Greetings to all of you in the matchless name of our Lord and Savior. It's such a joy to share God's word in this blessed annual Youth Impact Conference. I'm grateful to God for this wonderful opportunity. അല്പനേരം നമുക്ക് വചനം ധ്യാനിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. ഈ തീമിന്റെ ഫ്ലയർ ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് ഒരു വാക്ക് വൈ ആയി. അത് മാത്രമല്ല, ഈ ഒരു വർഷം യൂത്ത് ഇമ്പാക്റ്റില് വാട്സപ്പ് ഗ്രൂപ്പില് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും അറിയാം, എല്ലാ വീഡിയോസിന്റെ മേളിൽ ഒരു ചെറിയ ലോഗോ ഉണ്ട്, ഒരു ഷോർട്ട് ഫോമിൽ വൈ ഐ വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്, റൈറ്റ്? നമ്മുടെ എല്ലാ വീഡിയോസിലും ഉണ്ട്. നിങ്ങൾ ചിന്തിച്ച് കാണും, യു മൈറ്റ് ഹാവ് തോട്ട് അബൌട്ട് ഇറ്റ്, സംടൈംസ് യു മേ നോട്ട് ഹാവ് തോട്ട് അബൌട്ട് ഇറ്റ്. ഈ ഒരു ഷോർട്ട് ഫോം ഇടാൻ we had an idea, we had an understanding behind it. We had something that Lord had put in our hearts at the conception of this small youth impact group. ഇതിന്റെ തുടക്കത്തിൽ, ആരംഭത്തിൽ തന്നെ ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരാശയം പകർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ചെറിയ ഷോർട്ട് ഫോം, ഒരു ലോഗോ ഡെവലപ്പ് ചെയ്യാൻ തന്നെ ഇടയായിത്തീരുന്നത്. വൈ ഐ. ഈ ഒരു ആനുവൽ യൂത്ത് ഇമ്പാക്ട് മീറ്റിംഗ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങുന്നത് വളരെ ഉത്തമമാണ്. ആനുവൽ യൂത്ത് ഇമ്പാക്ട് മാത്രമല്ല, നമ്മുടെ ക്രിസ്തീയ ജീവിതം തന്നെ വൈ ഐ എന്ന ചോദ്യത്തോടെ തുടങ്ങുന്നത് വളരെ ഉത്തമമാണ്. വൈ ഐ എന്ന ആ ചോദ്യത്തിന്റെ പിൻപിലുള്ള ആശയം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അതിന്റെ പിൻപിലുള്ള ആശയം, am I deserving? Why I, God? Why did you choose me? Am I deserving? Am I worthy to represent you in this generation? ഒരു താഴ്മയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമായിട്ടാ ഈ വൈ ഐ എന്ന ഒരു ചോദ്യം ഞങ്ങൾ പുട്ട് ഫോർവേഡ് ചെയ്യുവാൻ ആഗ്രഹിച്ച. അതാ ഞങ്ങളുടെ ഇതിന്റെ പിൻപിലുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം. വൈ ഐ? Why did you choose me to represent you in this generation? ഇൻഫാക്ട് നമ്മൾ വചനത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദൈവം ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ദൈവത്തിന്റെ ദാസന്മാർ, ദാസിമാർ, they have asked this question, why I? You know, if you turn to Exodus chapter 3, you see Moses asking this question, why I? കർത്താവേ, ആരോനോട് പറ, ആരൻ ചെയ്യും? Why did you choose me? It is out of his brokenness he is saying that. ഡേവിഡിന്റെ ലൈഫിലേക്ക് വരുമ്പോൾ 2 Samuel chapter 7, why did you choose me, O sovereign Lord? Thus far you have led me, O sovereign Lord. അന്നേരം അവിടെയും ഡേവിഡ് is asking why I, out of his humility, right? Isaiah chapter 6, we see Isaiah also asking that. Jeremiah chapter 1, we see Jeremiah also asking that. Luke chapter 5, we see Peter also asking the same question. I'm paraphrasing it actually. It is not exactly written like why I. പീറ്റർ വൈ ഐ എന്ന് ചോദിച്ചെന്നല്ല ഞാൻ പറയുന്നത്, ആ എക്സാക്ട് വേർഡ്സ് പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നത്. ആ ആശയം ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആ പീറ്ററും മോസസും ഡേവിഡും ഈ ഭക്തന്മാരും എല്ലാവരും പറഞ്ഞത്. ഇത്ര പുരുഷന്മാരുടെ പേരെടുത്തുള്ള അന്നേരം സഹോദരിമാർക്കൊരു ഡിസ്കറേജ്മെന്റ് ആകല്ല. സഹോദരിമാരും ഉണ്ട്, അനുഗ്രഹിക്കപ്പെട്ട സഹോദരിമാർ ലൂക്കോസ് 1-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട്. ലൂക്കോസ് 1-ൽ എലിസബത്ത് ചോദിക്കുന്ന എന്തുവാ? ലൂക്കോസ് 1:43 ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 1:43. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നും ഉണ്ടായി? അവിടെയും എലിസബത്ത് ചോദിക്കുന്നത് എന്തുവാ? വൈ ഐ, റൈറ്റ്? സി, അതിന്റെ 48-ാമത്തെ വാക്യം മേരി ചോദിക്കുന്നത് കണ്ടോ? മേരി പറയുന്നത് കണ്ടോ? പാടുന്നത് 48. ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇംഗ്ലീഷിൽ പറയുന്ന യു ഹാവ് കൺസിഡർഡ് ദ ഹംബിൾ സ്റ്റേറ്റ് ഓഫ് യുവർ സെർവന്റ്. അവിടെയും മേരി പറയുന്നത്, എലിസബത്തും പറയുന്നത് എന്തുവാ? വൈ ഐ? വൈ ഡിഡ് യു ചൂസ് മീ? ഐ ആം നോട്ട് വർതി.
ഈ ഒരു ആശയം ഉൾക്കൊള്ളുന്ന ഒരു അധ്യായം ഐസിയ ചാപ്റ്റർ 6. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒരു നിമിഷം ക്ഷണിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 6-ാം അധ്യായം 1 മുതൽ 6-ാമത്തെ വാക്യം വരെ വായിച്ചൊന്ന് സഹായിക്കണം. ഐസിയ ചാപ്റ്റർ 6 വേഴ്സ് 1 to 6. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തിൽ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്തു കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. ഈ ഒരു വിഷന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കണേ, ഇതിന്റെ കോണ്ടെക്സ്റ്റ്, ഇത് നടന്ന സമയം ഒന്ന് നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ ഈ വിഷന്റെ സിഗ്നിഫിക്കൻസ്, യെശയ്യാവ് ഈ ദർശനം കണ്ടതിന്റെ പ്രാധാന്യത നമുക്ക് മനസ്സിലാകും. We'll understand the significance of this text when we understand the context during the time it is happening. See, in the first verse itself it is written, in the year that King Uzziah died. Uzziah രാജാവ് മരിച്ച ആണ്ടിൽ. See, 2 Chronicles chapter 26 പോകുമ്പോൾ ഉസിയാവ് രാജാവിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ഉസിയാവ് രാജാവിനെ പറ്റി 2 Chronicles 26 നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വായിക്കണം. He was a very powerful and great king. സോ ഒരു പവർഫുൾ ഗ്രേറ്റ് കിങ് മരിച്ച ആണ്ടിൽ കാണുന്ന ഒരു ദർശനമാണ്. പവർഫുൾ ആൻഡ് ഗ്രേറ്റ് കിങ് എന്ന് പറയുമ്പോൾ 2 Chronicles 26 5 തൊട്ട് 8 നമ്മൾ വായിച്ചാൽ ശത്രുവിന്റെ ടെറിട്ടറിയിൽ ചെന്ന് ടൗൺസ് ഉണ്ടാക്കാൻ മാത്രം ബോൾഡ് ആയിരുന്നു. സച്ച് പവർഫുൾ കിങ് വാസ് ദിസ്. ശത്രുവിന്റെ ടെറിട്ടറി ചെന്ന്, ഫിലിസ്തീൻസിന്റെ ടെറിട്ടറി ചെന്ന് ടൗൺസ് ഉണ്ടാക്കി അവിടെ. അത് മാത്രമല്ല 26-ന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ ആർക്കിടെക്ചറൽ വർക്കിൽ ഹി വാസ് എക്സലന്റ്. ഹി വാസ് എക്സെല്ലിംഗ് ഇൻ ആർക്കിടെക്ചറൽ വർക്ക്. അത് മാത്രമല്ല 26-ന്റെ 10 വായിക്കുവാണെങ്കിൽ കാറ്റിൽ ഫാർമിംഗ് ആൻഡ് അഗ്രികൾച്ചർ. അവിടെ ഒരു വാക്കുണ്ട്, ഹി ലവ് ദ സോയിൽ. ഹി എക്സെൽഡ് ഇൻ കാറ്റിൽ ഫാർമിംഗ് ആസ് വെൽ ആസ് അഗ്രികൾച്ചർ. അത് മാത്രമല്ല 26-ന്റെ 11 തൊട്ട് 13 വായിച്ചാൽ മിലിറ്ററി ട്രൂപ്പിനെ ട്രെയിൻ ചെയ്യാനും ഒരു റൈറ്റ് അഡ്മിനിസ്ട്രേഷൻ, പ്രോപ്പർ മാനേജ്മെന്റ്, ഭയങ്കര മാനേജ്മെന്റ് സ്കില്ലുള്ള ഒരു രാജാവ്. മിലിറ്ററി ട്രൂപ്സിനെ അസൈൻ ചെയ്യുവാൻ, ആർമിയെ അസൈൻ ചെയ്യാൻ, സ്ട്രോങ് ഡിഫൻസിനെ ഡെവലപ്പ് ചെയ്യുവാൻ സ്കിൽഡ് ആയിട്ടുള്ള ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ ഒരു രാജാവ് കിങ് ഉസിയ. Finally, not only that, I was shocked by seeing this. 16 to 26 in the 14 and 15. He invented weapons for his army. തന്റെ ഡിഫൻസ് ആർമി, മിലിറ്ററി ആർമിക്ക് വേണ്ടി ഈ പൊളിറ്റിക്കൽ ലീഡർ, ഈ രാജാവ് വെപ്പൺസിനെ ഇൻവെന്റ് ചെയ്തു. ജസ്റ്റ് ഇമാജിൻ ഹൗ സക്സസ്ഫുൾ ആൻഡ് ഗ്രേറ്റ് പൊളിറ്റിക്കൽ ലീഡർ or God appointed king this was. നമ്മൾ കൊതിച്ചു പോയി ഇങ്ങനത്തെ ഒരു ആള് നമ്മുടെ രാജ്യത്തിലും ഭരിക്കുവായിരുന്നെങ്കിൽ അവർ എക്കണോമി വുഡ് ബൂസ്റ്റ്, റൈറ്റ്? ഇന്ത്യയുടെ സ്റ്റേറ്റ് തന്നെ അങ്ങ് മാറത്തില്ലേ? We all wish to have such a political leader, such a successful political leader, right? Actually the nation, ആ രാജ്യം വളരെ നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് just because of his pride and folly, this person died. Judgment of God was upon him and this person died. ഈ കാലഘട്ടത്തിലാ യെശയ്യാവിനെ ദൈവം ഒരു ദർശനം കാണിക്കുന്നത്.
യശാവുമായിട്ട് ദൈവത്തിന് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നത്, യശാവിന് ദൈവമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നത്. യശാവിന്റെ പേഴ്സ്പെക്റ്റീവ് അങ്ങ് കംപ്ലീറ്റ്ലി മാറുക. അതിന്റെ ഒന്നാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? ഒന്നാം വാക്യം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. കണ്ടോ? യശയാവ് കാണുന്നത് എന്തുവാ? ആ കാണുന്നതിന്റെ റെലവൻസ് മനസ്സിലാകുന്ന കോണ്ടെക്സ്റ്റ് മനസ്സിലാവുമ്പോഴാ. ആ കാണുന്നത് എന്തുവാ? ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു. സോ വാട്ട് ഈസ് ഗോഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു ഹിം? God is making it clear to Isaiah, even if there is no king in Israel, even if you have an effective king or an ineffective king, even if you have a powerful king, even if you don't have a powerful king, even if you have a king who is successful and who is not successful, remember one thing: the control is with me. I am in control of all things. അത് യെശയ്യാവിനോട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ കോണ്ടെക്സ്റ്റിൽ യെശയ്യാവിന് അത് it must have boggled his mind. That must have changed his perspective completely. തന്റെ മനസ്സിനെയും ചിന്തകളെയും വളരെ ശക്തമായിട്ട് മാറ്റുവാൻ ഇടയായി തീർന്ന ആ ഒരു ദർശനം. See, how can we arrive at a question, why I? Am I worthy? Am I deserving to represent this great and high God? It will only happen when you understand that God is sovereign. He is sovereign over all things. He is in control of all things. അത് യെശയ്യാവിന്റെ ഈ ദർശനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകും. അത് മാത്രമല്ല, God is holy. God is holy. Not only God is sovereign, God is holy also. സോ അത് 5-ാം വാക്യത്തിൽ നമ്മൾ 5-ാം വാക്യം ശ്രദ്ധിക്കുമ്പോ യെശയ്യാവ് ഡിക്ലെയർ ചെയ്യുന്ന കാര്യം കണ്ടോ? Woe unto me, I am ruined. ദൈവത്തിന്റെ ഈ ദർശനം യെശയ്യാവിന് കിട്ടിയപ്പോൾ യെശയ്യാവ് താഴുക, ബ്രോക്കൺ ആകുക, ദൈവസന്നിധി അങ്ങ് താഴുക. And he is considering himself as a person who is not worthy to stand before God. നമുക്ക് how can we arrive at this question, why I? ഈ യൂത്ത് ഇമ്പാക്റ്റിന്റെ ആ ഒരു ചെറിയ നിങ്ങൾ കാണുന്ന ആ ചെറിയ അക്രോണിം വൈ ഐ എന്ന ക്വസ്റ്റ്യനിലേക്ക് എപ്പോ നമുക്ക് എത്താൻ പറ്റുന്നത്? ഈ ദൈവിക ദർശനം ഉണ്ടാകുമ്പോഴാ we will be humbled and broken and ask God, why I? Am I worthy? Am I deserving? ആ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ ഡിസേർവിങ് അല്ല, ഞാൻ വേർതി അല്ല എന്ന് എനിക്ക് എത്താൻ പറ്റുന്നത് ദൈവത്തിന്റെ ദർശനം എനിക്ക് കിട്ടുമ്പോഴാണ്. ഇന്നത്തെ ഒരു വലിയ സ്ട്രഗിൾ എന്ന് പറയുമ്പോ വൈ ഐ അല്ല നമ്മൾ കൂടുതൽ ചോദിക്കുന്നത്, വൈ നോട്ട് മീ അല്ലേ? ടാലന്റ് കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ന്യൂ ലൈഫിലൊക്കെ നടന്ന സമയത്ത് ബെൻസിക്ക് ഫസ്റ്റ് കിട്ടുക പ്രീച്ചിങ്ങിൽ, ഷിജിന് ഫസ്റ്റ് കിട്ടുക. അന്നേരം ഫസ്റ്റ് കിട്ടാത്തൊരു വൈ നോട്ട് മീ? നല്ലപോലെ പ്രസംഗിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ട്, വൈ നോട്ട് മീ? ആക്ച്വലി ദിസ് ഈസ് ദ ക്രൈ ഓഫ് ദിസ് ജനറേഷൻ. മോസ്റ്റ് ഓഫ് us, majority of us are asking this question, why not me? I am deserving, I am worthy, I am deserving of all these things. ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്, I am somebody. ഈവൻ ഇൻഫാക്ട് ചില യൂത്ത് ഗ്രൂപ്പിലെ ലീഡേഴ്സ് എഴുതിയ ഒരു പാട്ട്, ഐ ആം സംബഡി ബിക്കോസ് ഗോഡ് ലവ്സ് മീ. അന്നേരം ഇന്നത്തെ ഒരു പ്രത്യേക ക്രൈ ഔട്ട് ആ യൂത്ത്സിന് കൊടുക്കുന്ന മെസ്സേജ് തന്നെ, യു ആർ സംബഡി. നിങ്ങളില്ലാതെ ഏതാണ്ട് പറ്റിപ്പോന്നുള്ള ഒരു ചിന്തയാ എല്ലാ യൂത്ത്സിന്റെ മനസ്സിൽ മിക്ക മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ഈവൻ സോ കോൾഡ് ക്രിസ്ത്യൻ സ്പീക്കേഴ്സും കൊടുക്കുന്ന ഐഡിയ. You are somebody, you are deserving. ഒരു പ്രധാനപ്പെട്ട പാട്ടുണ്ടല്ലോ, അവൻ ആർക്കും കടക്കാരനല്ല. ദൈവം നമുക്ക് ഏതാണ്ട് ചെയ്തില്ലേല് ദൈവം അങ്ങ് കടക്കാരനാകും എന്നുള്ള ആശയം തന്നെ ഇന്ന് ജനത്തിന് എല്ലാവരും കൊടുക്കുന്നത്. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല. അതെന്തുവാ? ദൈവം ഒരു വീട് കൊടുത്ത്, ഒരു വണ്ടി കൊടുത്ത്, ഒരു ഏതാണ്ട് ഭൗതികമായിട്ടുള്ള അനുഗ്രഹം കൊടുത്തോണ്ട് പാടിയ ഒരു പാട്ടാ, അവൻ ആർക്കും കടക്കാരനല്ല.
എന്തൊരു ആശയമാ, എന്തൊരു വൈകല്യം നിറഞ്ഞ ഒരു ആശയമാ ഇന്ന് ജനത്തിന്റെ മനസ്സിൽ കുത്തി നിറയ്ക്കുന്നത്. മാതാപിതാക്കൾ തന്നെ യൗവനക്കാരുടെ ഉള്ളത്തിൽ കൊടുക്കുന്ന ഈ ആശയം തന്നെ, വൈ നോട്ട് മീ? ദൈവം ആർക്കും കടക്കാരനല്ല മോനെ. നീ ദൈവത്തെ മാനിച്ചാൽ നിന്റെ വാലല്ല തലയാക്കും ദൈവം. നീ ദൈവത്തെ മാനിച്ചാൽ ദൈവം നിന്നെ മാനിക്കും, അല്ലെ? ഈ ആശയമാ പ്രധാനപ്പെട്ടത് എല്ലാവരുടെ മനസ്സിൽ കൊടുക്കുന്നത്. സോ ഹൗ ക്യാൻ യങ്സ്റ്റേഴ്സ് റീച്ച്? അമ്രാമും യോക്കിബേദും മോസസിന്റെ ഉള്ളിൽ ഡ്രില്ല് ചെയ്ത് കൊടുത്തത് ഇതല്ല. ഗോഡ്ലി പേരൻസ് മക്കളുടെ ഉള്ളിൽ ഡ്രില്ല് ചെയ്ത് കൊടുക്കേണ്ട ഇതല്ല. ദാറ്റ് യു ആർ ഡിസേർവിങ്, യു ആർ സംബഡി. ഞാൻ ന്യൂ ലൈഫിൽ ഒരു മാതാവിന്റെ സാക്ഷ്യം ഒരു സഹോദരൻ പറയുന്നത് കേട്ടത്, അത് എന്നെ ഒത്തിരി എൻകറേജ് ചെയ്ത്. ആ ഭവനത്തിലെ മകൻ ഇച്ചിരി ചോദ്യം ചോദിക്കുന്ന ഒരു മകനാ. നല്ല സെൻസിബിൾ ആയിട്ടുള്ള, അവന്റെ പ്രായത്തും പക്വതയ്ക്കും കവിയുന്ന ചോദ്യം ചോദിക്കുന്ന ഒരു മകനാ. പക്ഷെ അവന്റെ അമ്മ അവനെ തലേ കയറ്റി വെച്ചിട്ടില്ല. നീ ഒരു സംഭവമാണെന്ന് അവനെ ബോധ്യമാക്കി കൊടുത്തിട്ടില്ല. നീ ഒരു സംഭവമല്ല എന്ന് ഒരു ബാലൻസിൽ അവനെ നിർത്താൻ ആ മാതാവിന് ദർശനം ഉണ്ടെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനും അത് ഓർത്തുപോയി. പ്രത്യേകിച്ച് എനിക്കിപ്പോ ഒരു മകൻ ഉണ്ടായോണ്ട് ഒരു കാര്യം ഈ പിള്ളേർ ചെയ്യുമ്പോ, ഉയ്യോ എന്റെ മകൻ, ഉയ്യോ എന്തൊരു മിടുക്ക, ഉയ്യോ എന്തൊരു കേപ്പബിലിറ്റിയാ. നമ്മുടെ ഉള്ളിൽ, അവരുടെ ഉള്ളത്തിൽ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് തന്നെ ചെറുപ്പം തൊട്ട് നമ്മൾ ഇതാ, നീ ഒരു സംഭവമാടാ മോനെ, നീ ഒരു സംഭവമാ. That's why most of us ask this question, why not me? The vision of the Lord will change your perspective. ദൈവിക ദർശനം, ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടർ നമ്മുടെ ഈ കാഴ്ചപ്പാട് മാറ്റും. വൈ നോട്ട് മീ എന്നല്ല നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ദൈവത്തെ ദർശിച്ചാൽ വൈ ഐ? ആം ഐ വർതി ടു സ്റ്റാൻഡ് ബിഫോർ സച്ച് എ സോവറിൻ ആൻഡ് ഹോളി ഗോഡ്? ഈ പരമാധികാരിയും സകലത്തിന്റെ മേൽ നിയന്ത്രണമുള്ള, സകലത്തിന്റെ മേൽ വാഴുന്നതും സകലത്തിന്റെ മേൽ ഉടമസ്ഥ അവകാശമുള്ള ദൈവത്തിനെയും സർവപരിശുദ്ധനായി ദൈവത്തിനെ റിപ്രസെന്റ് ചെയ്യുവാൻ, മകനും മകളുമായി തീരുവാൻ ഞാൻ വേർതി ആണോ എന്ന് ഒരു ചോദ്യത്തിൽ എത്തും, യഥാർത്ഥ ബിബ്ലിക്കൽ വ്യൂ ഓഫ് ഗോഡ് കിട്ടിയാൽ. യെശയ്യാവിന് അതാ ഇവിടെ കിട്ടുന്നത്. ഗോഡ് ഈസ് സോവറൻ ആൻഡ് ഗോഡ് ഈസ് ഹോളി. an encounter with God. പ്രിയ ദൈവമക്കളെ, ആദ്യമായി പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെ, a high view of God will only enable you to have a low view of yourself. നമുക്ക് എല്ലാവർക്കും ജന്മസിദ്ധാന്തമായിട്ടുള്ള ചിന്ത എന്ന് പറയാം, we have a high view about ourselves. We have a high view of ourselves. But the Bible tells us to have a low, or in other words, a biblical view about ourselves and a high biblical view about God. ദൈവത്തിനെ പറ്റി ഒരു ഹൈ വ്യൂ കിട്ടിയാലേ നമുക്ക് നമ്മളെ പറ്റി ഒരു യഥാർത്ഥ വ്യൂ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. When you stand in the light of his presence, when you stand before his holiness, you will understand how wretched you are. ഈ യെശയ്യാവിന്റെ ദർശനം, കാഴ്ചപ്പാടിനെ 5-ാം വാക്യത്തിലെ യെശയ്യാവിന്റെ വാചകം തന്നെ അങ്ങ് മാറുന്നേ അല്ലെ? ദർശനം കണ്ട് ആത്മീയ അനുഭവം ഉണ്ടാകുന്ന ഒരു വ്യക്തിയുടെ ആകെ കാഴ്ചപ്പാട് മാറുന്ന 5-ാം വാക്യത്തിലാ. Woe unto me, woe unto you പറഞ്ഞുകൊണ്ടിരുന്ന ആള് 5-ാം അധ്യായം വരെ. 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ woe unto me, I am ruined, I am not worthy. ഇത്ര നാൾ ശുശ്രൂഷ ചെയ്ത് ദൈവിക അരുളപ്പാട് പറഞ്ഞുകൊണ്ടിരുന്ന പ്രവാചകന് ദൈവിക ദർശനം ഉണ്ടായപ്പോൾ മനസ്സിലായി താൻ ആരുമല്ല. നമ്മളൊരു ഇച്ചിരി സുവിശേഷം ആരോടെങ്കിലും പറഞ്ഞാൽ 4 പ്രസംഗം പ്രസംഗിച്ചാൽ, 2 ബൈബിൾ സ്റ്റഡി എടുത്താൽ, 2 പാട്ട് പാടിയാൽ, ഒരു ടാലന്റ് ടെസ്റ്റ് ജയിച്ചാൽ, നമ്മള് പിന്നെ എന്തുവാ, വി ആർ ഓൺ ദ ക്ലൗഡ് 9 അല്ലേ? നമുക്ക് എല്ലാം we think we are somebody. May God help us to understand that we are nobody. That is the fundamental message of the Bible, that we are nobody. I don't mean to say that God doesn't value you. അതല്ല ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ദൈവം വാല്യൂ ചെയ്യുന്നില്ല എന്നല്ല. ബട്ട് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ
പ്രധാനപ്പെട്ട ഒരു ക്രൈസിസാ. പ്രസംഗികളും ആൾക്കാരും എല്ലാവരും കൊടുക്കുന്ന പ്രധാനപ്പെട്ട മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ നിങ്ങൾ എടുത്തു നോക്കിക്കേ. പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഈ സെക്കുലർ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, ഈവൻ സോ കോൾഡ് ക്രിസ്ത്യൻ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, ഐഡിയ കൊടുക്കുന്ന എല്ലാവർക്കും എന്തുവാ, നിങ്ങൾ ആരാണ്ടാണെന്നുള്ളൊരു ഐഡിയ അല്ല കൊടുക്കുന്നത്. അന്നേരം യെശയ്യാവിന്റെ ഈ പേഴ്സ്പെക്റ്റീവ് മാറ്റിയത് ആൻ എൻകൗണ്ടർ വിത്ത് ഗോഡാ. അതാ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടറാ നമ്മുടെ ചിന്താഗതികളെ മാറ്റാൻ പോകുന്നത്. അന്നേരം ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്റെ മനസ്സിൽ വന്നേ, യെശയ്യാവിന് ഒരു ദർശനമായിരുന്നു, മോസസിന് ഒരു ബേർണിംഗ് ബുഷ് ആയിരുന്നു, പോളിന് ഒരു ഡമസ്കസ് ഗേറ്റ് ആയിരുന്നു, പീറ്ററിന് മിറക്കിൾ ഡയറക്ട്ലി ഫ്രം ജീസസ് അല്ലേ? സോ നമ്മൾക്ക് ദൈവമായിട്ട് എൻകൗണ്ടർ എങ്ങനെ കിട്ടുന്നേ? ഹൗ വിൽ ദ എൻകൗണ്ടർ വിത്ത് ഗോഡ് ഹാപ്പൻ? സെയിം യെശയ്യാവിന് നടന്ന ഒരു വിഷൻ പോലെ ആണോ നടക്കാൻ പോകുന്നേ? അല്ലെങ്കിൽ മോസസിന് ബേർണിംഗ് ബുഷ് കണ്ടേ അങ്ങനത്തെ ഒരു എൻകൗണ്ടർ ആണോ? മേ ഓർ മേ നോട്ട് ബി. ബട്ട് ദ തിങ് ഈസ്, നമുക്ക് കിട്ടാൻ പോകുന്ന എൻകൗണ്ടർ ഇസ് റൈറ്റ് നൗ. Right now we have the word of God, and the word of God is declaring to us the high view of God. You are in the scope of an encounter with God. ദൈവവചനം പറയുന്നിടത്ത് ദൈവമായിട്ട് എൻകൗണ്ടർ ആകാൻ ഒരു വലിയ സ്കോപ്പ് ഉണ്ടെന്നാ ഇപ്പൊ നമ്മൾക്ക് ഉള്ള ഏറ്റവും വലിയ എൻകറേജ്മെന്റ്. ഒരു വിഷൻ കാണണമെന്ന്, ഒരു ബേർണിംഗ് ബുഷ് തന്നെ വരണമെന്നൊന്നും നിർബന്ധമില്ല. അതിൽ കാട്ടിയും എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു എൻകറേജ്മെന്റ് ബൈബിൾ നമ്മൾക്ക് നൽകുന്നത്. യു ക്യാൻ ഹാവ് എൻ എൻകൗണ്ടർ വിത്ത് ഗോഡ് റൈറ്റ് നൗ. ഇപ്പം തന്നെ ഒരു ദൈവമായിട്ട് എൻകൗണ്ടർ, ബിക്കോസ് ഇപ്പം തന്നെ വചനത്തിൽ കൂടെ യു ആർ ലിസ്ണിംഗ് ടു എ ഹൈ വ്യൂ ഓഫ് ഗോഡ്. ദൈവത്തിനെ പറ്റി ഉന്നതവും പരിശുദ്ധമായ ഒരു നിലവാരം വചനത്തിൽ കൂടെ നമ്മൾ കേൾക്കുക. അതാ നമുക്കുള്ള സ്കോപ്പ്, ദൈവമായിട്ട് ഒരു എൻകൗണ്ടർ ആകുവാൻ. അതാ നമ്മുടെ ചിന്താഗതികളെ മാറ്റുന്നത്. അതാ നമ്മളെ വൈ ഐ എന്ന ക്വസ്റ്റ്യനിലേക്ക് എത്തിച്ചേർക്കുന്നത്. ഐ വിൽ ഗിവ് യു എൻ എക്സാമ്പിൾ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആത്മനിറവിൽ ശിഷ്യന്മാര്, പ്രത്യേക പത്രോസ്, ഹീസ് പ്രീച്ചിങ് അബൌട്ട് ക്രൈസ്റ്റ്. He is preaching a high biblical view about Christ. He is preaching about the resurrected Christ. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പറ്റി പ്രീച്ച് ചെയ്യുക. അൺഎക്സ്പെക്റ്റഡ് ആയി ചിന്തിച്ച്, അൺഎക്സ്പെക്റ്റഡ് ആയി അവിടെ വന്നിരുന്ന ജനം, ഇതൊന്നും പ്രീ പ്ലാൻ ചെയ്ത് വന്നതല്ല. അവിടെ വന്ന് ആ 3000 പേരോ അതിൽ കാട്ടിയും അധികം പേര്, they had an encounter with God. അതെപ്പോഴാ നടന്നേ? വചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹൃദയത്തിൽ ഇത് കട്ട് ചെയ്തു. ദാറ്റ് ഈസ് എൻ എൻകൗണ്ടർ വിത്ത് ഗോഡ്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 14-ാം വാക്യം, ലുദിയ അവിടെ ഇരിക്കുമായിരുന്നു ശാന്തമായിട്ട്. പൗലോസിന്റെ മെസ്സേജ് കേട്ടപ്പോൾ അന്തരാത്മാവിൽ ഒരു പരിവർത്തനം ഉണ്ടായി, ഒരു മാറ്റം ഉണ്ടായി. An unexpected encounter happened with Lydia. എപ്പോഴാ? വചനം പറഞ്ഞപ്പോൾ. യൗവനക്കാരെ, നിങ്ങളുടെ ജീവിതം എപ്പോഴാ മാറുന്നേ? When will your life change? It is when you understand God of the scriptures. വചനം പറയുന്ന ദൈവത്തിനെ മനസ്സിലാക്കുമ്പോഴാ that is an encounter with God. അതാ നമ്മൾ ഇവിടെ കാണുന്നത്. എന്നാൽ ഫസ്റ്റ്ലി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ആദ്യം വൈ ഐ എന്ന ക്വസ്റ്റ്യനിലേക്ക് ഐശയ്യ വരാൻ കാരണം, ഏറ്റവും ആദ്യമായി ഐശയ്യക്ക് മനസ്സിലായ ഒരു കാര്യം, ഗോഡ് ഈസ് സീറ്റഡ് ഓൺ ദ ത്രോൺ. ദൈവം പരമാധികാരിയാ. ദൈവം സകലത്തിനെയും നിയന്ത്രിക്കുന്ന ദൈവമാണെന്ന് യെശയ്യാവിന് മനസ്സിലായി അല്ലെ? അതല്ല ആദ്യമായി യെശയ്യാവിന് മനസ്സിലായത്. 1-ാം വാക്യം 2-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാവോ? യെശയ്യാവ് 6:1-2. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. മതി. യെശയ്യാവിനോട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ദൂത് എന്ന് പറയുമ്പോൾ, ഐ ആം ദി അൾട്ടിമേറ്റ് അതോറിറ്റി,
I am in control of all things. യൗവനക്കാരെന്ന നിലയിൽ നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഒരു ഫ്യൂട്ടൈൽ ടെൻഡൻസി വരാൻ സാധ്യതയുണ്ട്. ദാറ്റ് വി ആർ ഇൻ കൺട്രോൾ ഓഫ് തിങ്സ്. നമ്മൾ ആ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഈ യൗവനത്തിന്റെ ആ ചൂടിൽ നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു വസ്തുതയാ, നമുക്ക് തോന്നുന്ന ഒരു ചിന്തയാ, we can control, we can manage our situation, we are in control of all things. നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയാ, we think നമ്മുടെ education can change our situation, our job will change us, our skills, we are something. നമ്മുടെ ഒരു ചിന്താധാരയാ, we have an high view of ourselves. അല്ലേ? നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം that we can control things. റിച്ച് യങ്, ഒരു റിച്ച് ഫൂളിനെ പറ്റി ലൂക്കോസ് 12:20 പറയുന്നുണ്ട്. അതൊന്ന് വായിക്കാം. ലൂക്കോസ് 12:20. ദൈവമോ മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. അവിടെ ഒരു റിച്ച് യങ്, ഒരു റിച്ച് ഫൂൾ പറയുന്ന എന്തുവാ? ഞാൻ ഇന്നത് സമ്പാദിക്കും, ഞാൻ ഇന്നത് ചെയ്യും, എനിക്ക് വേണ്ടി ഇതൊക്കെ സ്വരൂപിക്കും. വലിയ ഡിക്ലറേഷൻ ആണ് നടത്തുന്നത്. അവിടെ ദൈവം ആ മൂഢനോട്, ആ ധനികനായിട്ടുള്ള ആ വ്യക്തിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളൂ, ഇന്ന് നീ മരിച്ചാൽ ഈ സമ്പാദിച്ചതൊക്കെ ആർക്കായിരിക്കും? അതിനകത്തുനിന്ന് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ലൂക്കോസ് 12:20 അത് എഴുതിയിട്ടുണ്ട്, ലൂക്കോസ് 12:5 എഴുതിയിട്ടുണ്ട്. 12:5 ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 12:5. ആരെ ഭയപ്പെടുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ, അതെ അവനെ ഭയപ്പെടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മനുഷ്യനെ അല്ല ഭയപ്പെടേണ്ടിയെ, ദൈവത്തെയാ ഭയപ്പെടേണ്ടിയെ. കൊന്നിട്ട് തള്ളിക്കളഞ്ഞ് നരകത്തിൽ ഇടുവാൻ അധികാരമുള്ള ദൈവത്തെയാ ഭയപ്പെടേണ്ടിയെ. ഇവിടെയും യേശു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുവാ? God is in control of all things. Everything belongs to God. Your life also belongs to God. നമ്മുടെ ജീവിതവും നമുക്കുള്ളതും സർവ്വതും ഈ ഭൂമിയിലുള്ളത് സകലതും ദൈവത്തിന്റെ അധികാരവും ദൈവത്തിന്റെ ഓണർഷിപ്പിൽ ഉള്ളതാ. അന്നേരം നമ്മൾ ചിന്തിക്കുന്നത് we can control things, we can manage things, we can do something without God, without the lordship of God എന്ന് ചിന്തിക്കുന്നത് തന്നെ എന്തോ ഒരു മൗഢ്യമേറിയ ചിന്തയാ. ദൈവത്തിന് വിധേയപ്പെട്ട് കൊടുക്കാത്ത ജീവിതം, ദൈവത്തിന്റെ അനുസരണത്തിന് ജീവിക്കാത്ത ഒരു ജീവിതം, എന്നിട്ട് നമ്മൾ ചിന്തിക്കുക that we can do something, that we can accomplish something even if we don't obey God, even if we are not under the lordship of God. How foolishness is that? See, ഇവിടെ ഒരു രാജാവ്, യെശയ്യാവിനോട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രാജാവ്, ഒരു പ്രഗത്ഭനായ രാജാവ് മരിച്ചിട്ട് പോലും ദൈവത്തിനൊരു മാറ്റം വരുന്നില്ല, ദൈവത്തിന്റെ സിംഹാസനത്തിന് ഒരു മാറ്റം വരുന്നില്ല, ദൈവത്തിന്റെ കാര്യപരിപാടിക്കൊന്നും ഒരു മാറ്റം വരുന്നില്ല. ദൈവം പർപ്പസ് ചെയ്തത് ദൈവം നിവർത്തിക്കും, ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവം നിവർത്തിക്കും, ദൈവത്തിന് ഇഷ്ടമുള്ളത് ദൈവം ഈ ഭൂമിയിൽ ചെയ്യും. ഗോഡ് ഈസ് സോവറിൻ ഓവർ ഓൾ തിങ്സ്. അത് എന്നെ ഹംബിൾ ചെയ്യുന്നത്. ഈ റോമൻ ഗാർഡ്സും പീലാത്തോസും യഹൂദ മത നേതൃത്വം ഇവരെല്ലാരും ചിന്തിച്ച യേശുവിനെ ക്രൂശീകരിച്ചപ്പോൾ ഇവരെന്തോ ചിന്തിച്ചത്? കാര്യം ദാറ്റ് ഹ്യൂമൻ ബീങ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ചിന്ത, ദേ ആർ ഇൻ കൺട്രോൾ ഓഫ് ഓൾ തിങ്സ്. പീലാത്തോസ് യേശുവിനോട് പറയുന്നത് എന്തോ, നീ എന്തിനാ മിണ്ടാതിരിക്കുന്നത്? എനിക്ക് അധികാരമുണ്ട് നിന്നെ റിലീസ് ചെയ്യുക, നീ എന്തിനാ മിണ്ടാതിരിക്കുന്നത്? യേശു അവനോട് പറയുന്നത്, നിനക്ക് അധികാരം തന്നത് ഉയരത്തിന്നാ. യേശു അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന യു ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് സോവറിൻ ഗോഡ്. പരമാധികാരിയായ ഒരു ദൈവത്തിന്റെ കൺട്രോളിലാ നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ദൈവം ഇതൊന്നും കാണുന്നില്ല, ദൈവം ഇതൊന്നും അറിയുന്നില്ല. മറന്നുപോലെ സുഹൃത്തെ, that God is in control of all things. He is sovereign. Better humble yourself and make yourself in the plan of God. ഈ ദൈവം ചെയ്യുന്ന നിവർത്തിക്കുന്ന ആ പ്ലാനിൽ ചേർന്ന് നിൽക്കുന്ന നമുക്ക് ബുദ്ധി.
അപ്പോസ്തല പ്രവൃത്തി 2:23-24 ഒന്ന് വായിക്കാമോ? നസ്രേനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. This man was handed over to you by God's deliberate plan and foreknowledge, and you with the help of wicked men put him to death by nailing him to the cross. റോമ അധികാരികളും പീലാത്തോസും ഇവരെല്ലാരും ചിന്തിച്ച എന്തുവാ? They are in control of things, but they were actually accomplishing the deliberate plan of God. ഈ പീലാത്തോസും റിലീജിയസ് ലീഡേഴ്സും ഇവരെല്ലാരും അക്കംപ്ലിഷ് ചെയ്ത് എന്തുവാണെന്നറിയോ? ദൈവം പ്ലാനും പർപ്പസും ചെയ്ത് ദൈവത്തിന്റെ ഗ്രേറ്റ് പ്ലാനിനെ ഇവർ നിവർത്തിക്കുക. അതിലൊരു നെഗറ്റീവ് റോൾ ആണോ നയിക്കേണ്ടിയെ, ഒരു പോസിറ്റീവ് റോൾ ആണോ നയിക്കേണ്ടിയെ, അതാ നമ്മൾ തീരുമാനിക്കേണ്ടിയത്. ദൈവത്തിന്റെ പ്ലാനിനെ നിവർത്തിച്ച് ഇവര് ഒരു നെഗറ്റീവ് റോളാ ഇവിടെ ചെയ്തത്, അല്ലേ? ഒരു പെന്തിക്കോസ്കാരായ നമ്മള് മൂവീസ് ഒന്നും കാണത്തില്ലല്ലോ, റൈറ്റ്? പക്ഷെ നമുക്ക് മൂവിയെ പറ്റിയൊക്കെ അറിയാമല്ലോ. ഒരു മൂവി കണ്ട ആ ഒരു മൂവിയില് പ്രധാനപ്പെട്ട ഹീറോ ഒരാളുണ്ട്, ബട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരി വേറെ റോൾസ് ഉണ്ട്. നെഗറ്റീവ് റോൾസ് ഉണ്ട്, പോസിറ്റീവ് റോൾസ് ഉണ്ട്. നമ്മളാ ഡിസൈഡ് ചെയ്യേണ്ടത് ഈ ഒരു ബിഗ് പിക്ചറിൽ ഒരു പോസിറ്റീവ് റോള് നയിക്കുന്നോ ഒരു നെഗറ്റീവ് റോൾ നയിക്കണോ? God is the hero of the story. He is in sovereign control over all things. He is accomplishing his plan. You cannot change the plan of God. The only decision that you can make in your life, whether you want to be in a positive influence in God's plan or a negative influence. അതാ നമ്മൾ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തീരുമാനം. ഇതാ യേശയ്യാവിനെ ഹംബിൾ ചെയ്ത ദൈവസന്നിധി. ഇതാ യേശയ്യാവിനെ എത്തിച്ച ചോദ്യം, why I? God, you are in control of all things. You are a holy, almighty God. You are sitting on the throne. Everything is under your control. You are the owner of everything. Am I worthy to represent you? ഞാൻ നിന്നെ പ്രതിനിധീകരിക്കുവാൻ ഞാൻ പ്രാപ്തനാണോ, ഞാൻ യോഗ്യനാണോ എന്നൊരു ചോദ്യത്തിലേക്ക് ഈ ഒരു ദർശനമായ യെശയ്യാവിനെ എത്തിക്കുന്നത്. ഗോഡ് ഇസ് സോവറിൻ. സെക്കൻഡ്ലി, ഇത് തന്നെ ദാവീദ് 2 ശമൂവേൽ 7:18 ചോദിക്കുന്നത്. അതൊന്ന് വായിക്കുക. 2 ശമൂവേൽ 7:18. അപ്പോൾ ദാവീദ് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത് എന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എന്റെ ഗൃഹവും എന്തുള്ളൂ? കർത്താവായ യഹോവേ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗൃഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്തിരിക്കുന്നു. കർത്താവായ യഹോവേ എന്ന ഇംഗ്ലീഷിൽ മലയാളത്തിൽ കിടക്കുന്ന, പക്ഷെ ദാവീദ് ദൈവത്തോട് പറയുന്ന ഇംഗ്ലീഷിൽ കിടക്കുന്ന വാക്ക്, ഓ ഗോഡ്, യു ആർ സോവറിൻ, സോവറിൻ ലോർഡ്, യു ആർ ഇൻ കൺട്രോൾ ഓഫ് ഓൾ തിങ്സ്. ആൻഡ് ഹു ആം ഐ? ആം ഐ വർതി ടു ബി ദ പാർട്ട് ഓഫ് യുവർ ഗ്രേറ്റ് പ്ലാൻ? ദാവീദിന്റെ ആ ചോദ്യം കണ്ടോ? പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾക്ക് പ്രിയ യൗവനക്കാരെ, നമ്മുടെ ചിന്താഗതികൾ ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് ഒരു ചിന്ത ഉണ്ട്, that we can manage things, that we are somebody. We tend to forget that God is in control of all things. നമ്മൾ മറന്നു പോകുന്ന ഒരു വസ്തുത, God is in control of all things and God is my honor. I belong to God. My life doesn't belong to myself. My life belongs to God. ദൈവം എന്റെ ജീവിതത്തിന് ഓണർഷിപ്പ് ഉള്ളത്. ഞാൻ ദൈവത്തോടാ കടപ്പെട്ടിരിക്കുന്ന വ്യക്തി. ഗോഡ് ഈസ് സോവറിൻ എന്നൊരു ചിന്ത വിൽ മേക്ക് us reach to this question, why I? സെക്കൻഡ്ലി, ഇവിടെ യെശയ്യാവ് കാണുന്ന രണ്ടാമത്തെ കാര്യം, ഗോഡ് ഈസ് ഹോളി. ഹോളി 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 ഈസ് ഗോഡ് ഓൾമൈറ്റി. ഹോളി എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഒരു യൂത്ത് ഇമ്പാക്റ്റിൽ ചിന്തിച്ചതാ. ഡിഫറെന്റ്. ഗോഡ് ഈസ് ഡിഫറെന്റ്. God is not like us. He is completely different.
ബൈബിൾ നമ്മളെ കാണിക്കുന്ന ദൈവം ഹീസ് എ ഹോളി ഗോഡ്. ഹീസ് എ ഹോളി ഗോഡ്. ഈ ഹോളിനെസിന്റെ മാജസ്റ്റി എന്ന് പറയുമ്പോൾ സിൻലെസ് ആയിട്ടുള്ള ദൂതന്മാർ പോലും അവരുടെ ചിറകുകൊണ്ട് അവരുടെ മുഖവും കാലും കവർ ചെയ്തോണ്ടാ ദൈവത്തെ ആരാധിക്കുന്നത്. സിൻലെസ് ആയിട്ടുള്ള ദൂതന്മാർ പോലും ദൈവസന്നിധി, ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുൻപിൽ അവർ നടുങ്ങുക. ദേ ആർ ട്രെംബ്ലിംഗ് ബിഫോർ ദ ഹോളിനെസ് ഓഫ് ഗോഡ്. യെശയ്യാവിനെ വൈ ആയി എന്ന ചോദ്യത്തിലേക്ക് എന്തോ എത്തിച്ചത്? ഒന്ന്, ഗോഡ് ഇസ് സോവറിൻ. രണ്ട്, ഗോഡ് ഇസ് ഹോളി. ഏഞ്ചലിക് ബീയിങ്സ് ഓൾസോ ട്രെംബിൾ ബിഫോർ ദിസ് ഹോളി ഗോഡ്. അത്രയ്ക്ക് മാജസ്റ്റിക്കാ ഈ ദൈവത്തിന്റെ പരിശുദ്ധി, അത്രയ്ക്ക് ഗ്രേറ്റ് ആ ഈ ദൈവത്തിന്റെ പരിശുദ്ധി. ഇത് കണ്ട ഈ ദൈവത്തിന്റെ പരിശുദ്ധി കണ്ടോണ്ട, ഈ ദൈവത്തിന്റെ വിശുദ്ധി കണ്ടോണ്ട യെശയ്യാവ് പറയുന്നത്, വോ അൺടു മീ, അയ്യോ എനിക്ക് കഷ്ടം. ഈ ദൈവത്തിന്റെ ആ പരിശുദ്ധിയുടെ ആ തേജസ് കണ്ടപ്പോൾ he said, woe unto me, I am ruined. നമ്മൾ എങ്ങനാ വൈ ആയി എന്ന ചോദ്യത്തിലേക്ക് എത്തുന്നത്? ഒന്ന്, അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഗോഡ് ഇസ് സോവറിൻ. സെക്കൻഡ്, അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഗോഡ് ഇസ് ഹോളി. a high holy view of God. യോഹന്നാൻ 12:41 പറയുന്നത് എന്തുവാണെന്നറിയോ? യോഹന്നാൻ 12:41 യെശയ്യാവ് കണ്ടത് ജീസസിന്റെ ഗ്ലോറി ആണെന്ന്. യെശയ്യാവ് കണ്ടത് ജീസസിന്റെ ഗ്ലോറിയായി. ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളവരാ ജീസസിന്റെ കാൽപാദത്തിൽ വീണത്. ലൂക്കോസ് 7 ഒരു പാപിനിയായിട്ടുള്ള സ്ത്രീ യേശുവിന്റെ കാൽപാദങ്ങളിൽ വീണിട്ട് തന്റെ കണ്ണുനീരുകൊണ്ട് യേശുവിന്റെ കാലിനെ തുടയ്ക്കുക അല്ലേ? ആ പാവിനിയായിട്ടുള്ള സ്ത്രീ അനേക പുരുഷന്മാരെ കണ്ടിട്ടുണ്ട്, അനേക ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പാപം നിറഞ്ഞ നോട്ടത്തോടെ നോക്കിയ അനേക പുരുഷന്മാരെ ആ പാപിനിയായിട്ടുള്ള സ്ത്രീ കണ്ടിട്ടുണ്ട്. ബട്ട് ആദ്യമായിട്ടാ ഈ സ്ത്രീ വ്യത്യസ്തമായ ഒരാളിനെ കാണുന്നത്. ആദ്യമായിട്ടാ ഈ സ്ത്രീ പരിശുദ്ധനായ ഒരു യേശുവിനെ ഈ സ്ത്രീ കാണുന്നത്. പാപമില്ലാത്ത ഒരു വിശുദ്ധ ഒരു പുരുഷനെ കണ്ണിൽ നോക്കി ആദ്യമായിട്ടാ ഈ ഒരു സ്ത്രീ കാണുന്നത്. ആ സ്ത്രീയുടെ ഉള്ളം അതുകൊണ്ടാ, തന്റെ അതുകൊണ്ടാ കണ്ണുനീരാൽ നിറഞ്ഞത്. കണ്ടോ? വെൻ യു സീ ദ ഹോളിനെസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വിശുദ്ധിയെ കാണുമ്പോൾ, ദൈവത്തിന്റെ വിശുദ്ധിയിൽ കാണുമ്പോൾ, ദി ഓൺലി തിങ് ദാറ്റ് വിൽ ഡു ഇസ് വിൽ ഫോൾ ഓൺ ഹിസ് ഫീറ്റ്. ആ ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടർ നമുക്ക് വാസ്തവത്തിൽ ഉണ്ടായാൽ നമ്മളിൽ നടക്കാൻ പോകുന്ന വലിയ അത്ഭുതമാ. ഈ പാവിനിയായി സ്ത്രീ ചെയ്തതുപോലെ അവന്റെ കാൽപാദത്തിലോട്ട് അങ്ങ് വീഴും. ഈ എൻകൗണ്ടർ പത്രോസിന് ഉണ്ടായപ്പോഴും പത്രോസും ചെയ്ത എന്തുവാ? വേറെ ഒന്നുമല്ല, അവന്റെ കാൽപാദത്തിലോട്ട് വീണ്. യൗവനക്കാരെ, വൈ ഐ എന്ന ചോദ്യത്തിലേക്ക് എപ്പോഴെത്തുന്നത്? പരിശുദ്ധനായ ദൈവത്തിനെ പറ്റി ഒരു ദർശനം ഉണ്ടാകുമ്പോഴാ അവന്റെ കാൽപാദത്തിലോട്ട് ഞാൻ വീണ് ചോദിക്കുന്നത്, am I worthy to stand before such a holy God? ഒത്തിരി പേര് യേശുവിനെ കണ്ട്, മെനി പീപ്പിൾ മെറ്റ് ജീസസ് ഇൻ പാലസ്റ്റൈൻ. പാലസ്റ്റൈനിലുള്ള ഒത്തിരി പാപികൾ കണ്ട് അല്ലേ? ഈ വിശുദ്ധനായ യേശുവിനെ, പാപമില്ലാത്ത യേശുവിനെ ഒത്തിരി പാപികൾ കണ്ട്. എല്ലാവർക്കും പ്രയോജനപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും അത് all are sick. We all are sick. But the physician's presence will benefit only those who accept that they are sick. ഒന്നുകൂടെ പറയാം, we all are sick. നമുക്ക് എല്ലാവർക്കും രോഗമുണ്ട്. ഈ പാപം എന്ന രോഗം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഈ വൈദ്യന്റെ സാന്നിധ്യം പ്രയോജനപ്പെടുന്ന ആർക്കാണെന്നറിയോ? എനിക്ക് പാപമുണ്ട്, എനിക്ക് രോഗമുണ്ട്, സാരമായ രോഗമുണ്ടെന്ന് മനസ്സിലാക്കുന്ന വ്യക്തികൾക്കാ ഈ വൈദ്യന്റെ പ്രസൻസ് ബെനിഫിറ്റ് ചെയ്യുന്നത്. പാലസ്തീനിൽ യേശു നടന്നു പോയി. എന്തൊരു സ്കോപ്പായിരുന്നു, എന്തൊരു അവസരമായിരുന്നു യേശുവിനെ കണ്ടുമുട്ടുവാൻ, വൈ ഐ എന്ന ചോദ്യത്തിലേക്ക് എത്തുവാൻ. ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാ വൈ ഐ എന്ന ചോദ്യത്തിലേക്ക് എത്തുവാൻ, ആ തകർച്ചയിലേക്ക് എത്തുവാൻ. എന്താ യൗവനക്കാർക്ക് അതിലേക്ക് എത്താൻ പറ്റാത്ത? പല യൗവനക്കാർ ഞാൻ എന്തോ പാപം ചെയ്ത്,
ഞാൻ പല യൗവനക്കാരോട് നീ പാപിയാന്ന് പറഞ്ഞാൽ, നീ നരകത്തിൽ പോന്ന് പറഞ്ഞാൽ, പല യൗവനക്കാര് നല്ല അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ചില യൗവനക്കാര്. ഞാൻ അതിനെന്തോ പാപം ചെയ്ത്, യേശുവിന്റെ ദർശനം കിട്ടുമ്പോൾ, യേശുവിനെ ഒന്ന് കാണുമ്പോൾ, അവന്റെ കണ്ണിലൊന്ന് കാണുമ്പോൾ എനിക്കുള്ള രോഗം എനിക്ക് മനസ്സിലാകും. അവനെ നോക്കേണ്ട പോലെ ഞാൻ നോക്കുമ്പോൾ, അവനെ കാണേണ്ട പോലെ ഞാൻ കാണുമ്പോൾ എന്നിലുള്ള ആ മാരകമായ രോഗം എനിക്ക് മനസ്സിലാകും. അത് എന്നെ വൈ ഐ എന്ന ചോദ്യത്തിലേക്ക് എത്തുന്നത്. The holiness of God will only bring me to this question, why I? God is worthy and God is holy. മൂന്നാമതായി യെശയ്യാവിനെ ദൈവം അവിടെ വിടുവല്ല. മൂന്നാമത് യെശയ്യാവിന് ദൈവം ഒരു ദർശനോടെ കൊടുക്കുക. എന്തോ അത് യെശയ്യാവ് 6:5, 6, 7 ഒന്ന് വായിക്കാമോ? അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതിന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനായി നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന്റെ പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യെശയ്യാവിന് മനസ്സിലായ ഗോഡ് ഇസ് സോവറിൻ, ഗോഡ് ഇസ് ഹോളി. ഇത് രണ്ടും യെശയ്യാവിനെ ഹംബിൾ ചെയ്ത 5-ാം വാക്യത്തിൽ ഒരു കാര്യോട് യെശയ്യാവിന് മനസ്സിലാകുക, ദാറ്റ് ഗോഡ് ഇസ് ഗ്രേഷ്യസ്. ദൈവം കൃപയുള്ളവനാണെന്ന്. സി, ആ ഹോളിനെസിന്റെ മുമ്പിൽ യെശയ്യാവ് നിൽക്കുമ്പോൾ യെശയ്യാവിന് മനസ്സിലായി, ഐ ആം റൂയിൻഡ്, ഐ വിൽ ബി ഡാംഡ്. ഇതാ റോമാലേഖനത്തിൽ പൗലോസും വിവരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ഗോസ്പൽ പ്രസന്റേഷൻ തന്നെ എന്തോ വ്യത്യസ്തമായ ഒരു രീതിയില്ല. പാപത്തിൽ ജീവിക്കുന്ന അവരോട് ചെന്ന് നമ്മൾ ആദ്യം പറയും, ജീസസ് ലവ്സ് യു, ജീസസ് ഹാവ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. താങ്ക് ഗോഡ് ഇവിടെ ആരും തിരിച്ചു പറയുന്നില്ല. ചില പാപിയായിട്ടുള്ള ആൾക്കാർ പറയും, ഈവൻ ഐ ഹാവ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് മൈ സെൽഫ്. ഓ, ജീസസ് ഓൾസോ ഹാവ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് മീ. സി, അതൊന്നുമല്ല ഗോസ്പൽ പ്രസന്റേഷൻ. പൗലോസ് റോമാലേഖനത്തിൽ അവതരിപ്പിക്കുന്നത് കണ്ടോ? ദൈവത്തിന്റെ വിശുദ്ധിയെ മുന്നോട്ട് വെച്ചോണ്ട്, ഗോഡ് ഈസ് എ ഹോളി ഗോഡ് മുന്നോട്ട് വെച്ചോണ്ട് പൗലോസ് പറയുക, ബാഡ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി വിൽ ഗോ ടു ഹെൽ. Then what about good people? Romans chapter 2 വന്ന് പറയുന്നത്, good people will also go to hell. God is righteous, his judgments are right. Good people will also go to hell. Everyone without Christ will go to hell. Then what about religious Jewish people? 2-ാം അധ്യായം അവസാനത്തിലേക്ക് വരുമ്പോൾ, they will also go to hell without Christ. സി, ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുൻപാകെ നമ്മൾ മനസ്സിലാക്കേണ്ട, പരിശുദ്ധനായ ദൈവം പാപത്തിനെ താലോലിച്ച് സ്വീകരിക്കുകയല്ല. പരിശുദ്ധനായ ദൈവത്തിന് പാപത്തോട് മഹാവെറുപ്പ. പരിശുദ്ധനായ ദൈവത്തിന് പാപത്തിന്റെ മേൽ കോപമാ ജ്വലിക്കുന്നത്. അതാ ക്രൂശിൽ നാം കാണുന്നത്. ആർസിസ് പ്രൗൾ പറഞ്ഞത്, holiness of God must be traumatic to unholy people. ദൈവത്തിന്റെ വിശുദ്ധിയെ ചിന്തിക്കുമ്പോൾ, അൺഹോളി പീപ്പിൾ ദൈവത്തിന്റെ വിശുദ്ധിയെ ചിന്തിക്കുമ്പോൾ, ഇറ്റ് മസ്റ്റ് ബി ട്രോമാറ്റിക്. ഒരു ആക്സിഡന്റ് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ബൈക്ക് ഓടിക്കുക, ഒരു ലോറിയെ എസ്കേപ്പ് ചെയ്ത് രക്ഷപ്പെടുമ്പോൾ ഒരു ട്രോമ ഉണ്ടല്ലോ. രക്ഷപ്പെട്ടെന്ന് അല്ലെങ്കിൽ ആക്സിഡന്റിൽ പെട്ടെന്ന് ഓർത്തോ, ആക്സിഡന്റിൽ പെട്ട് കഴിയുമ്പോൾ ഒരു ട്രോമയുണ്ട്, ഒരു ഭയാനകമായ ഒരു ചിന്തയുണ്ട്. ഒരു ഭയാനകമായ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിന് ആക്സിഡന്റിൽ പെട്ടിട്ടുള്ളവർക്ക് അറിയാം അല്ലെ, ട്രോമാറ്റിക് ഫീലിംഗ്. When you see the holiness of God, unholy people will always be in trauma. അത് കാണേണ്ട പോലെ കാണാത്തോണ്ടാ. അത് അവതരിപ്പിക്കുന്നത് തന്നെ എന്തൊരു വികലമായ രീതിയിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ദൈവത്തിന് a holy God will bring a trauma upon unholy people. അവിടെ യെശയ്യാവിന് വിടുവല്ല, അത് കംപ്ലീറ്റ് ആക്കുന്നില്ല. God is holy,
at the same time God is gracious also. യെശയ്യാവിന് മനസ്സിലായി താൻ that he is ruined, he is destroyed, he is not worthy. ഈ വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ താൻ നിൽക്കാൻ യോഗ്യനല്ല. അതാ നമ്മൾ എല്ലാവരും എത്തിച്ചേരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ യോഗ്യനല്ല. എത്ര മര്യാദയ്ക്ക് നിങ്ങൾ ജീവിച്ചതാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, യേശുവിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ യു ആർ ദ wretched person, യു ബിലോങ് ടു ഹെൽ, യു ഡിസേർവ് ഹെൽ. അതാ വചനം നമ്മളെ വളരെ വ്യക്തമാക്കി കാണിക്കുന്നത്. അതിലേക്ക് അവിടെ മാത്രം യെശയ്യാവിനെ വിടുവല്ല, അത് കഴിഞ്ഞിട്ട് യെശയ്യാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് that God is gracious also. എന്തോ അവിടെ ചെയ്യുന്നേ, ഒരു തീ കനലെടുത്ത് യെശയ്യാവിന്റെ നാവിൽ വെച്ചിട്ട് യെശയ്യാവിന്റെ നാവിനെ ശുദ്ധീകരിച്ച് 7-ാം വാക്യത്തിൽ see this has touched your lips, your guilt is taken away and your sin is atoned for. Oh, the graciousness of God. God is a gracious God. Why I എന്ന തകർച്ചയിൽ നിൽക്കുന്ന I am ruined എന്ന് ചിന്തിച്ച് ഞാൻ ഇനി ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്ന യെശയ്യാവിനോട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു എൻകറേജിങ് ദൂത that I am a gracious God. ദൈവം പാപത്തെ ക്ഷമിക്കുന്ന ദൈവം മാത്രമല്ല, ദൈവം പാപത്തിനെ ക്ലെൻസ് ചെയ്യുന്ന ദൈവമാണെന്ന ബൈബിൾ നമ്മളെ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സത്യം. Your sin is atoned for. ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ലാംഗ്വേജ് എനിക്ക് അവിടെ തോന്നി. The penalty of your sin is paid. നിനക്ക് പകരക്കാരനായ ഒരു യേശു മരിച്ച്. The graciousness of God. Why I എന്ന ചോദ്യത്തിലേക്ക് ഞാൻ എത്തണയിൽ ഞാൻ മനസ്സിലാക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യമാണ്. That God is sovereign. Secondly, God is holy. Thirdly, God is gracious. ഈ 3 കാര്യമാ why I എന്ന ചോദ്യത്തിലേക്ക് നമ്മളെ എത്തിച്ചേർക്കുന്നത്. Am I worthy? Am I deserving to stand before this thrice holy God? ഈ വിശുദ്ധനായ ദൈവത്തിനെ റിപ്രസെന്റ് ചെയ്യുവാൻ, ഈ പരമാധികാരിയായ ദൈവത്തിനെ റിപ്രസെന്റ് ചെയ്യുവാൻ, ഈ കൃപാലുവായ ദൈവത്തിനെ റിപ്രസെന്റ് ചെയ്യുവാൻ ഞാൻ യോഗ്യനാണോ എന്ന ചോദ്യത്തിലേക്ക്, ആ തകർച്ചയിലേക്ക്, ആ ബ്രോക്കൺനെസ്സിലേക്ക് നമ്മൾ എത്തണയിൽ ദൈവത്തെ പറ്റിയുള്ള ഒരു യഥാർത്ഥ ദർശനം, ഒരു എൻകൗണ്ടർ നമ്മൾക്കുണ്ടാകണം. എൻകൗണ്ടർ ഉണ്ടായ ആൾക്കാരിൽ ദൈവം പ്രതീക്ഷിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം എൻ്റെ ഈ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുക. എൻകൗണ്ടർ ഉണ്ടാകുന്ന വൈ ഐ എന്ന ചോദ്യത്തിലേക്ക് എത്തിച്ചേർന്ന യൗവനക്കാർ, സഹോദരങ്ങൾ, സഹോദരിമാരോട് ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന 2 കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ടോക്ക് ഇവിടെ അവസാനിക്കുക. 1 തിമോത്തിയോസ് 4:12-16 വരെ. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കാം. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. തിമോത്തിയോസിനോട് ഇവിടെ പൗലോസ് പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യമാണ്. നിന്റെ ജീവിതത്തിനെയും നിന്റെ ഉപദേശത്തെയും ശ്രദ്ധിക്കുക. വൈ ഐ എന്ന ചോദ്യത്തിലേക്ക് എത്തപ്പെട്ട ഒരു പ്രിയപ്പെട്ട യൗവനക്കാരനാ തിമോത്തിയോസ്. നമ്മൾ തിമോത്തിയോസിനെ പറ്റി വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന തിമോത്തി തന്റെ ഇൻഅഡിക്വസി മനസ്സിലാക്കിയ ഒരു സഹോദരനാണ്, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ലീഡർ. തന്റെ ഇൻഅഡിക്വസി, ആം ഐ വർതി ടു റിപ്രസെന്റ് ഗോഡ് എന്ന് മനസ്സിലാക്കിയ ഒരു സഹോദരനാ. ആ സഹോദരനോട് 2 പ്രധാനപ്പെട്ട കാര്യമാ പൗലോസ് ആത്മാനിറവിൽ സൂക്ഷിക്കാൻ പറയുന്നത്, ശ്രദ്ധിക്കാൻ പറയുന്നത്. അത് എന്തുവാ? യുവർ ലൈഫ് ആൻഡ് ഡോക്ട്രിൻ. വൈ ഐ എന്ന് മനസ്സിലാക്കിയ വ്യക്തികൾ, ദൈവത്തിനെ റിപ്രസെന്റ് ചെയ്യുവാൻ, ഈ ലോകത്തിനെ ഈ ജനറേഷനിൽ ദൈവത്തിനെ റിപ്രസെന്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ കൂടെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന
രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഫസ്റ്റ്, ലൈഫ്, ജീവിതം, ആൻ എക്സംപ്ലറി ക്രിസ്ത്യൻ ലൈഫ്. രണ്ട്, ഉപദേശം. അതിനെ ഞാൻ പാരഫ്രേസ് ചെയ്യുവാണെങ്കിൽ ആൻഡ് എൻറിച്ചിങ് സ്ക്രിപ്ചറൽ നോളജ്. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാ ഗോഡ് ഈസ് എക്സ്പെക്ടിങ് ഫ്രം പീപ്പിൾ ഹു വാണ്ട് ടു റിപ്രസെന്റ് ഹിം ഇൻ ദിസ് ജനറേഷൻ. ജീവിതത്തിനെയും ഉപദേശത്തെയും ശ്രദ്ധിക്കുക. രണ്ടിനെയും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടാ പൗലോസ് സംസാരിക്കുന്നത്. ജീവിതത്തെ സൂക്ഷിക്കുക, ഉപദേശം എന്തായാലും പ്രശ്നമില്ല, ഉപദേശം ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല പോൾ പറയുന്നത്. ജീവിതത്തിനും ഉപദേശത്തിനും ഒരുപോലത്തെ പ്രാധാന്യം കൊടുക്കുക. ഈ ലേഖനത്തിന്റെ പശ്ചാത്തലം നമ്മൾ നോക്കിയാൽ അവർ ഫേസ് ചെയ്യുന്ന ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഫോൾസ് ടീച്ചേഴ്സ്, ദുരുപദേശകന്മാർ അവരെ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദുരുപദേശം പഠിപ്പിച്ച് സഭയെ കലക്കുക. എന്നാൽ ലീഡർഷിപ്പിനെ പറ്റി ആൾക്കാർക്ക് തന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ തുടങ്ങി, ലീഡർഷിപ്പിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാ പൗലോസ് ഈ പ്രതിസന്ധി എങ്ങനെ ടാക്കിൾ ചെയ്യുന്നത്? ലീഡർഷിപ്പിൽ നിൽക്കുന്ന തിമോത്തിയോസിനോട് പറയുക, നീ നിന്റെ ജീവിതത്തിനെ ഉപദേശത്തിനെ സൂക്ഷിക്കുക. എങ്ങനെ? ആദ്യമായി നമ്മൾ ഈ കാലഘട്ടത്തിലും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്തുവാ? ഈ കാലഘട്ടത്തിലും പ്രതിസന്ധി ഇത് തന്നെ. എങ്ങനെ ഇന്റേണൽ പ്രോബ്ലംസ് ആയിക്കോട്ടെ, എക്സ്റ്റേണൽ പ്രോബ്ലംസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എങ്ങനെ ഈ ഒരു ദുഷ്കാലത്തിൽ ഈ അനേകർക്ക് വിശ്വാസത്യാഗം നടക്കുമ്പോൾ, അനേകർ ക്രിസ്ത്യാനി എന്ന പേരുണ്ട് പക്ഷെ ജീവിതം വല്ലാത്ത രീതിയിൽ നടക്കുമ്പോൾ, വല്ലാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് ദൈവത്തെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്? ലൈഫ് സൂക്ഷിച്ചാൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, ഉപദേശത്തിനെയും സൂക്ഷിക്കണം. ലൈഫിനെ എങ്ങനെ സൂക്ഷിക്കേണ്ടേ? അവിടെ സെറ്റ് ആൻ എക്സാമ്പിൾ. സെറ്റ് ആൻ എക്സാമ്പിൾ പറയുമ്പോൾ പൗലോസ് പറയുന്ന ഒരു നമ്മള് ഈ സ്റ്റാമ്പ് പതിപ്പിക്കത്തില്ലേ? സ്റ്റാമ്പ് പതിപ്പിക്കുമ്പോൾ അതിന്റെ ആ സ്റ്റാമ്പിലുള്ള ഇംപ്രഷൻ പേപ്പറിൽ വരുന്നത് പോലെ നമ്മുടെ ലൈഫ്, ഇറ്റ് മസ്റ്റ് ക്രിയേറ്റ് ആൻ ഇംപ്രഷൻ ഇൻ ദിസ് ജനറേഷൻ. ഒരു പതിപ്പ് വിടണം നമ്മുടെ ജീവിതത്താൽ. നമ്മൾ ആയിരിക്കുന്ന കോളേജിൽ, സ്കൂളിൽ, നമ്മൾ ആയിരിക്കുന്ന ഇടത്തിൽ ഒരു ഇംപ്രഷൻ വിടണം. ദാറ്റ് വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ ദൈവമക്കളാണെന്നുള്ള ഒരു ഇംപ്രഷൻ, ഒരു ഇംപ്രഷൻ നമ്മൾ വിടണം. രണ്ടാമത്, നമ്മൾ എൻറിച്ചിങ് സ്ക്രിപ്ചറൽ നോളജ്. എങ്ങനെ? ഈ അതിന്റെ 12ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 4:12. ഏതൊക്കെ കാര്യത്തിലാ നമ്മൾ മാതൃകയാകേണ്ടത് ജീവിതത്തിന്റെ? ആരും നിന്നെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കില്, സംസാരത്തിൽ നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം. നമ്മുടെ സംസാരം കേട്ടാൽ അവിശ്വാസികൾക്കും വിശ്വാസികൾക്കും എല്ലാവർക്കും മനസ്സിലാകണം ദാറ്റ് ഐ ആം എ പേഴ്സൺ ഹു ഇസ് റിപ്രസെന്റിങ് ജീസസ്. വാക്കിൽ. രണ്ട്, നടപ്പിൽ, ഗുഡ് ബിഹേവിയർ. നടപ്പ് അവിടെ ഉദ്ദേശിക്കുന്ന ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, സഹോദരന്മാരുമായിട്ടുള്ള ബന്ധം, ചർച്ചിലെ ആൾക്കാരുമായിട്ടുള്ള ബന്ധം. സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ല, ആ ബന്ധത്തിലെല്ലാം ഒരു സ്നേഹം കാണണം, ആ ബന്ധത്തിൽ ഒരു മാതൃക കാണണം. ആൾക്കാരുമായിട്ടുള്ള ഇടപാടിൽ, മാതാപിതാക്കളുമായിട്ടുള്ള സംസാരത്തിൽ, സഹോദരന്മാരുമായിട്ടുള്ള ഇടപാടിൽ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ കാണണം. ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം. നമ്മളെ കണ്ടാൽ ഒരു ഇംപ്രഷൻ വരണം ദാറ്റ് ഹി ഈസ് ഫോളോയിങ് ക്രൈസ്റ്റ്, ഷീ ഈസ് ഫോളോയിങ് ക്രൈസ്റ്റ്. വാക്കിൽ, നടപ്പിൽ, സ്നേഹത്തിൽ. സ്നേഹം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സാക്രിഫിഷ്യൽ ലവ്. നമ്മുടെ ജീവിതത്തിനെ തന്നെ ഒരു ത്യാഗമായി മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി യഥാർത്ഥമായി മാതൃകയായി ജീവിച്ചാൽ നമ്മുടെ പേഴ്സിനെ എഫക്ട് ചെയ്യും, നമ്മുടെ പോക്കറ്റ് മണി എഫക്ട് ചെയ്യും, നമ്മുടെ റിസോഴ്സസിനെ എഫക്ട് ചെയ്യും, നമ്മുടെ എനർജി എഫക്ട് ചെയ്യും, നമ്മുടെ ടൈമിനെ എഫക്ട് ചെയ്യും. വാക്കിൽ, നടപ്പിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ. അവിടെ പൗലോസ് ഉദ്ദേശിക്കുന്ന വിശ്വസ്തതയിൽ. വിശ്വസ്തരായിരിക്കണം. ദൈവം വിശ്വസ്തനാ. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിനെ അനുഗമിക്കുന്ന തന്റെ മക്കൾ എക്കാലത്തും വിശ്വസ്തരായിരിക്കണം. മൂന്ന്, പ്യൂരിറ്റി. ഇറ്റ് ടോക്സ് അബൌട്ട് സെക്ഷുവൽ പ്യൂരിറ്റി. ഇന്നത്തെ കാലഘട്ടത്തിൽ പോണോഗ്രഫി, സെക്ഷുവൽ ആയിട്ടുള്ള
പല കാര്യങ്ങളിൽ വല്ലാത്ത രീതിയിൽ യൗവനക്കാർ മാറിക്കൊണ്ടിരിക്കുക. ആ കാലഘട്ടത്തിൽ ദൈവത്തിനെ റിപ്രസെന്റ് ചെയ്യുന്നതിൽ ബി ആൻ എക്സാമ്പിൾ ഇൻ പ്യൂരിറ്റി, ബി ആൻ എക്സാമ്പിൾ ഇൻ പ്യൂരിറ്റി, എക്സാംപ്ലറി ക്രിസ്ത്യൻ ലൈഫ്. രണ്ടാമത് പൗലോസ് പറയുന്നത് what God expects from people who want to represent him, enriching scriptural knowledge. നമുക്ക് എല്ലാവർക്കും ബൈബിളുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം വേണം, ഒരു അഭേദ്യ ബന്ധം. എനിക്കറിയത്തില്ല നമ്മളിൽ എത്ര അധ്യായം വായിച്ചെന്നല്ല ഞാൻ ഇവിടെ ചോദിക്കുന്നത്, വചനം ധ്യാനിക്കുന്ന വ്യക്തികളാണോ എന്നാ ചോദിക്കുന്നത്. എത്ര പേര് വചനം നിരന്തരമായി സിസ്റ്റമാറ്റിക്കായി വാക്യപ്രതി വാക്യമായിട്ട് ധ്യാനിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. വാക്യപ്രതി വാക്യമായിട്ട് പ്രസംഗിച്ചിട്ടും ഉറങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ. അന്നേരം ധ്യാനിക്കുന്ന കാര്യം വിട്. ക്രിസ്തീയ ജീവിതം നല്ല രീതിയിൽ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കണേൽ ഒന്ന് ജീവിതം വേണം, രണ്ട് വചനവുമായിട്ടൊരു അഭേദ്യ ബന്ധം നമുക്ക് വേണം. അനുദിനം ദൈവശബ്ദം കേട്ട് ജീവിക്കുന്നവരായിരിക്കണം. മനുഷ്യൻ അപ്പോണ്ടല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് ദൈവം അരുളി ചെയ്യുന്ന ഓരോരു വചനം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതാ നമ്മുടെ ജീവിതത്തിന്റെ ആധാരം, അതാ നമ്മുടെ ജീവിതത്തിൽ ഊർജം പകരുന്നത്. സങ്കീർത്തനം 119 വായിച്ചാൽ ദാവീദിന് വചനത്തിനോടുള്ള സ്നേഹമാ നമ്മൾ അവിടെ കാണുന്നത്. എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ വചനത്തിൽ ആനന്ദിക്കുന്ന ഒരു വ്യക്തിയാ, വചനത്തിൽ പ്രമോദിക്കുന്ന ഒരു വ്യക്തിയാ. വചനം പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ, അത് എന്തിനാണെന്നറിയോ? ഇന്റലക്ച്വലായി എന്റെ ബുദ്ധി വികസിപ്പിക്കുവാൻ മാത്രമല്ല. ഇന്റലക്ച്വൽ ആസ്പെക്ട് അതിലുണ്ട്, അതല്ല അതിൽ പ്രധാനപ്പെട്ട. ഐ ആം സ്റ്റഡിങ് ബൈബിൾ ടു നോ ഗോഡ് ബെറ്റർ. യേശുവിനെ ഇച്ചിരൂടെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വചനം ധ്യാനിക്കുന്നത്. എന്റെ അനുസരണം ഇച്ചിരൂടെ ഒന്ന് വർദ്ധിക്കാൻ വേണ്ടിയാ ഞാൻ വചനം ധ്യാനിക്കുന്നത്. പ്രസംഗത്തിന് 4 പോയിന്റ് കിട്ടാൻ വേണ്ടി പ്രസംഗികൾക്ക് ഒരു വലിയ ടെംപ്ടേഷൻ ഉണ്ട് ബൈബിൾ അങ്ങനെ വായിക്കാൻ വേണ്ടി. അതിനു വേണ്ടിയല്ല നമ്മൾ പ്രൈമറിലി ബൈബിൾ വായിക്കുന്നത്. നമ്മൾ ബൈബിൾ വായിക്കുന്നത് ദൈവത്തിനെ ഒന്ന് അഭേദ്യമായി അറിയാൻ വേണ്ടി, ഇച്ചിരൂടെ എന്റെ അനുസരണത്തിൽ ഒന്ന് വർദ്ധിക്കാൻ വേണ്ടി. ഹൗ ക്യാൻ യു റെപ്രസെന്റ് ഗോഡ് ഇൻ ദിസ് ജനറേഷൻ? By living an exemplary Christian life. Secondly, by having an enriching scriptural knowledge. ഇന്നത്തെ തലമുറയുടെ വലിയൊരു പ്രതിസന്ധി, എന്ത് വിശ്വസിക്കുന്നു എന്തോ ആണെന്ന് വചനം വിശ്വാസത്തിനെ പറ്റി ഒരു തിരിച്ചറിവുമില്ല. അന്ന് യുക്തിവാദികൾ അത് പറയുമ്പോൾ അതിലേക്ക് തിരിയും. വേറെ മതത്തിലെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് വേറെ ആ കാര്യം കൊണ്ട് പറയുമ്പോൾ അതിലോട്ട് തിരിയും. എന്താ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ തിരിഞ്ഞു പോകുന്നത്? ഒന്ന് സഭയിലെ നേതൃത്വത്തിന് വന്ന വലിയ പരാജയമാ. വചനം ജനത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അവരെ മാത്രം കുറ്റം പറയണ്ട. 66 പുസ്തകം നമ്മുടെ കയ്യിൽ പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ടല്ലോ, അത് പഠിക്കുവാൻ നമ്മൾ താല്പര്യം കാണിക്കുന്നില്ല. നല്ലപോലെ വചനം കിട്ടാത്ത എത്ര പേര് അല്ലാത്ത രീതിയിൽ അത് പഠിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ബൈബിൾ കോളേജിൽ കൂടെ ആയിക്കോട്ടെ, യൂട്യൂബിൽ ആയിക്കോട്ടെ, ഒരു ശ്രമം നടത്തുന്നുണ്ടല്ലോ. പാസ്റ്റർമാരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ബൈബിൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമ്മൾ അത് പഠിക്കണം. എക്സാംപ്ലറി ക്രിസ്ത്യൻ ലൈഫ്, അറ്റ് ദ സെയിം ടൈം ആൻ എൻറിച്ചിങ് സ്ക്രിപ്ചറൽ നോളജ്, where we come more and more intimate with God and walk more intimately with God. നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുക. വൈ ഐ എന്ന ചോദ്യത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തുന്നത്? ഒന്ന്, when you understand that God is sovereign and he is in control of all things. Second, when you understand that God is holy, we understand we are not worthy. Third, that God is gracious, my sin is atoned for. അത് മനസ്സിലാക്കുമ്പോൾ വൈ ഐ എന്ന ചോദ്യത്തിലേക്ക് എത്തപ്പെട്ട ആൾക്കാരിൽ കൂടെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന 2 കാര്യം: എക്സാംപ്ലറി ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് എൻറിച്ചിങ് സ്ക്രിപ്ചറൽ നോളജ്. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തെ ഈ കാലഘട്ടത്തിൽ റിപ്രസെന്റ് ചെയ്ത് ഇമ്പാക്ട് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.